ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വചനം. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിൻ്റെത് പോലെ ഇരിക്കും. ദൈവസാന്നിധ്യത്തിന്റെ നിഴലിൽ പാർക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്ന 3 അനുഗ്രഹങ്ങളെ കുറിച്ച് വിവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം പറയുകയാണ്, വീണ്ടും അവരുടെ ജീവിതത്തിൽ ധാന്യങ്ങൾ വിളയും. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ചിന്ത ആരംഭിക്കാൻ പോകുന്നത്. ഈ ജനം ദൈവത്തെ വിട്ടുമാറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ശൂന്യത വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ശൂന്യതകളെ ഫലവത്താക്കി മാറ്റുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അതിനർത്ഥം വർഷങ്ങളായി ചിലർ അനുഭവിക്കുന്ന ശൂന്യതയ്ക്ക് ദൈവം ഇന്ന് രാത്രി ഒരു പരിഹാരം തരാൻ പോവുകയാണ്. ഒരിക്കലും മാറത്തില്ലെന്ന്, ശൂന്യത മാറത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരോടൊക്കെ കർത്താവ് സംസാരിക്കുക, അല്ല, ആ ശൂന്യത മാറി ഇനിയും നിന്റെ ജീവിതത്തിൽ ചിലത് മുളയ്ക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചിലത് വിളയാൻ പോകുകയാണ്. അതാണ് ഇന്നത്തെ സന്ദേശം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്ന് രണ്ട് ചെറിയ വചനങ്ങളിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് കൊണ്ടുപോകാം. സ്തോത്രം. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കേണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. നിങ്ങളുടെ തരിശ് നിലം ഉഴുവീൻ. അവിടെ പ്രവാചകൻ പ്രവചിക്കുക, നിങ്ങളുടെ തരിശ് നിലം ഒന്നൊഴുവീൻ. കാരണം എന്താ? ഈ തരിശായി കിടക്കുന്ന പ്രതലങ്ങളിലെല്ലാം ഒരു കൃഷി നടക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിനെ ഫലവത്താക്കി തീർക്കാൻ പോവുക. എത്ര പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാത്ത ചിലരൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എവിടൊക്കെയോ ചില ശൂന്യാവസ്ഥയ്ക്ക് ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ എൻ്റെ കർത്താവിന് ആഗ്രഹമുണ്ട്. ഒരിക്കലും മാറാത്ത ശൂന്യാവസ്ഥ. ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, മരിക്കുന്നതിന് മുമ്പേ ഈ ശൂന്യാവസ്ഥ ഒന്ന് മാറുമോ? പക്ഷേ അല്പകാലം കഴിഞ്ഞ് അവരെ കാണുമ്പോൾ അവർ പറയുന്നത്, ദൈവം ഞങ്ങളുടെ അവസ്ഥയെല്ലാം മാറ്റി. ഞാൻ എപ്പോഴും ഒരു കാര്യം തുറന്നു പറയാം. ഈ ഹോശേയ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥത്തെ ആധാരമാക്കി ഒരു ദൂത് പറയാം. എത്ര അനുഗ്രഹം കിട്ടിയാലും ദൈവത്തോട് അടുക്കുകയേ ചെയ്യാവൂ, ദൈവത്തിൽ നിന്ന് അകലരുത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, അനുഗ്രഹം കിട്ടുന്തോറും അടുത്തോണമെന്ന് പറ. അനുഗ്രഹം കിട്ടുന്തോറും താണോണം. അനുഗ്രഹം കിട്ടുന്തോറും വിധേയപ്പെട്ടോണം. ആ വിധേയപ്പെടുന്നതാണ് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം. അനുഗ്രഹം ലഭിച്ച അഹങ്കാരികളായി തകർന്നു പോയ ഒത്തിരി പേരുടെ ചരിത്രം ബൈബിളിലുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. അനുഗ്രഹം ലഭിക്കുന്തോറും ദൈവത്തോട് അടുക്കുന്നവരാകണം. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് തൊടുന്നത്, നിന്റെ ശൂന്യാവസ്ഥയ്ക്കകത്ത് എൻ്റെ ദൈവം ചിലതിനെ വിളയിക്കാൻ പോവുകയാണ്. 2 പദങ്ങൾ എനിക്ക് ദൈവം തന്നത് ഒന്ന് തൊടാനായിട്ട് പോവുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രവാചകൻ പറയുക, നിങ്ങളുടെ തരിശ് നിലങ്ങളെ ഒന്ന് ഉഴുവി. കാരണം എന്താ? ആ ശൂന്യാവസ്ഥ മാറാൻ പോവുക. അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എഫ്രീമിന് പുഴുക്കുത്ത് പിടിച്ചു, അവരുടെ വേർ ഉണങ്ങിപ്പോയി. എഫ്രീമിന് പുഴുക്കുത്ത് പിടിച്ചു, അവരുടെ വേർ ഉണങ്ങിപ്പോയി, അവർ ഫലം കായ്ക്കുകയില്ല എന്ന് പറഞ്ഞ ഒന്നുമില്ലാത്ത അവസ്ഥയായി അവർ. സ്തോത്രം. ആ സമയത്ത് പ്രവാചകൻ പറയുന്നത്, എൻ്റെ നിഴലിൽ പാർക്ക്. ഞാൻ നിങ്ങൾ തകർച്ച കണ്ടവരുടെ മുമ്പിൽ വെച്ചു തന്നെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ലൈഫിൽ ചിലതൊക്കെ വിളയിച്ചു തരാം. 2 പദങ്ങളെ തൊടാൻ പോവുക. ഒന്നാമത്തെ പദം, ദൈവം ചിലത് മുളപ്പിക്കും, ദൈവം ചിലത് വിളയിപ്പിക്കും. സ്തോത്രം. ശൂന്യാവസ്ഥകൾ മാറാൻ സമയമായെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ ഒന്നുമില്ലാത്ത അവസ്ഥ, ആ ആത്മീക ശൂന്യത, ആ ഭൗതിക ശൂന്യത ഈ ദിവസങ്ങളിൽ നിന്നെ വിട്ടുമാറാൻ പോവുക. എന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം, എന്തൊക്കെയോ മുളയ്ക്കാൻ പോവുക. വേദപുസ്തകത്തിൽ ഞാൻ ഒരു കാലഘട്ടം മുഴുവൻ പ്രസംഗിച്ച, എന്നെ ഒത്തിരി ആത്മാവിൽ ഉണർത്തിയ, എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ടിലെ ദൈവത്തിന് പ്രൊഫൈൽ പിക്ചറിൽ ഞാൻ ഏകദേശം 2 വർഷത്തോളം ഇട്ട് എല്ലാ ദിവസവും നോക്കി പ്രാർത്ഥിച്ചൊരു വചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വചനത്തിൽ ഒന്ന് തൊട്ട് തുടങ്ങാൻ പോവുക. വലിയ പ്രതിസന്ധി യോബിൻ്റെ ജീവിതത്തിൽ വന്നപ്പം യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഫുള്ള് ശൂന്യമായിപ്പോയി. കർത്താവിൻ്റെ സ്തോത്രം. ഒരു നന്മയില്ലാത്ത കാലം ഉണ്ടായി. അന്ന് യോബിനെ കാണാൻ യോബിന് ഒരു സ്നേഹിതൻ വന്നു. ശൂഹ്യനായ ബിൽദാദ് എന്ന് പറയുന്ന ആൾ വന്നു. അയാൾ വന്നേച്ച് യോബിനോട് 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുക, സ്തോത്രം, യോബേ, നീ പേടിക്കണ്ട, പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും. പൊടിയിൽ നിന്ന് മറ്റൊന്ന്
ഞാൻ ഈ വാക്യത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു ദൂത് തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ദൈവത്തിന് ചിലതിനെയൊക്കെ മുളപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി അതിൻ്റെ 1-2 ആത്മീയാർത്ഥം ഞാൻ നിന്നോട് പറയാം. എല്ലാവരും ഒന്ന് പറഞ്ഞ് പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും. ഒന്ന് പറഞ്ഞ് അത് വിശ്വാസ കണ്ണാലെന്ന് പറഞ്ഞ്. ഇനി പൊടിയെന്ന് പറയുമ്പോൾ ഞാൻ അതിനൊരു വ്യാഖ്യാനം തരട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം നിലത്തെ പൊടിയെടുത്ത് എന്ത് ചെയ്തു? കുഴച്ച് ആരെ ഉണ്ടാക്കി? തിരിച്ച് നമ്മളെ പൊടി കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ ആ പറഞ്ഞതിന് 2 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, നിന്നിൽ നിന്ന് ചിലത് മുളയ്ക്കും. 2, നിന്റെ മുൻപിൽ ചിലത് മുളയ്ക്കും. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇനി വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം, ചിലത് മുളച്ചിട്ടും ഫലപ്രാപ്തിയിൽ എത്താത്തെന്നൊരു ചോദ്യമുണ്ട്. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്നിൽ ചിലത് മുളച്ചു വരും.